നാമത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുവേശുവുള്ള സ്നേഹവും വന്ദനവും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിലേക്ക് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ട് ദൈവ മക്കളാകുന്ന നമുക്ക് സാമ്പത്തിക ഉന്നമനം ഉണ്ടോ? ദൈവ മക്കളാകുന്ന നമ്മൾ എപ്പോഴും കടം മേടിച്ചും ദാരിദ്ര്യത്തിൽ കഴിയുന്നതാണോ ദൈവത്തിന് പ്രസാദം? ഞെരുക്കവും ബുദ്ധിമുട്ടുമാണോ ദൈവം തരുന്നത്? അതോ സമൃദ്ധിയും സമ്പത്തുമാണോ ദൈവം തരുന്നത്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് കടമേറും. ചോദ്യങ്ങൾക്ക് ഉത്തരം. കുഴപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതല്ലേ. ഒറ്റ വാക്കിൽ അറിഞ്ഞുകൂടെ സമ്പത്തും സമൃദ്ധിയല്ലേ ദൈവം തരുന്നത്? ആണോ? അങ്ങനല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടിരിക്കുന്നത്? എന്നാൽ ഇന്ന് അതിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം. ദാരിദ്ര്യവും കടഭാരങ്ങളും അല്ല ദൈവം തരുന്നത്, സമ്പത്തും സമൃദ്ധിയും അല്ല ദൈവം തരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരവസ്ഥയുള്ളൂ. എങ്ങനെയൊക്കെ ഉണ്ണാനും എടുക്കാനും ഒക്കെ കിട്ടിപ്പോകുന്ന അവസ്ഥ, അതുമല്ല ദൈവം തരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് അവൻ്റെ പരമാധികാരത്തിൽ നിന്നെ സമ്പന്നനാക്കണമെന്നും നിന്നെ ദാരിദ്ര്യത്തിലൂടെ വിടണമെന്നും മറ്റൊരാളെ ഇതിൻ്റെ ഇടയ്ക്കുള്ള അനുഭവത്തിലൂടെ വിടണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ശലോമോൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞാൻ സമ്പന്നനായി തീർന്നിട്ട് നിൻ്റെ നാമം മറക്കാൻ, ഞാൻ ദരിദ്രനായി തീർന്നിട്ട് നിന്നെ നിന്ദിപ്പാനും ഇടവരരുത്. പഴയ നിയമ പ്രാർത്ഥനയാണ്. സോളമൻ്റെ ജ്ഞാനം അത്രമേയുള്ളൂ. എന്നാൽ ദൈവവൈതൻ്റെ ജ്ഞാനം അതല്ല. ഞാൻ സമ്പന്നനായി തീരണമോ, ഞാൻ ദരിദ്രനായി തീരണമോ, അതല്ല ഇത് ഇടയ്ക്ക് കൂടെ പോകണമോ, എനിക്കൊരു തീരുമാനവും ഇല്ല. എൻ്റെ തീരുമാനം നിൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി മാറണം. നീ എന്നെ എങ്ങനെ നടത്തുന്നുവോ അതനുസരിച്ച് എനിക്ക് നടക്കണം. മനസ്സിലായവർ ഒന്ന് കരമുയർത്താമോ? അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാകുന്ന കാര്യമല്ല. ഈ അധ്യായത്തിലാണ് കർത്താവ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത്. അന്ന് വായിക്കാൻ നമുക്കിപ്പം ഞാനിപ്പോൾ ഇടയ്ക്കുന്നത് വായിച്ച് ഒക്കെ നിർത്തിയതേ ഉള്ളൂ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ഒരു വശം ഇതാണ്: നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നാണ്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എന്നിൽ സംഭവിക്കണം. ദൈവ ഇഷ്ടം എന്നിൽ നടക്കണമെന്ന് ഒരാൾ ആഗ്രഹിക്കുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ നടക്കണം. ഹല്ലേലൂയ. ഞാനത് ചോദിക്കട്ടെ, എവിടെയാണ് ഭൂമിയിൽ ദാരിദ്ര്യം ഉടലെടുത്തത്? ദാരിദ്ര്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. മനുഷ്യൻ്റെ ലക്ഷ്യം തെറ്റിപ്പോയ, അനുസരണക്കേട് കാണിച്ച, ലംഘന നിമിത്തം വചനത്തോട് അനുസരണക്കേട് കാണിച്ച നിമിഷത്തിലാണ് ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളച്ചത്. നീ വിയർപ്പോടെ ഭക്ഷണം കഴിക്കുമെന്ന് മനുഷ്യനോട് പറഞ്ഞു. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ പ്രസവിക്കും. വേദന തുടങ്ങുന്ന അന്ന, വിയർപ്പ് തുടങ്ങുന്നത് അന്ന. ഷാജിനോട് പറഞ്ഞു, പാപ്പിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിൻ്റെ തലതകൾ, നീ അവൻ്റെ കുതികാലിനെ പിടിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ശാപം, ദാരിദ്ര്യം,
രോഗങ്ങൾ തുടങ്ങിയത് അവിടെയാണ്. ഈ ശാപം എന്നാണ് കർത്താവ് മാറ്റിയതെന്നറിയാവുന്നവരൊന്ന് കരമേർത്താമോ? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് കാൽവറിയിൽ തൻ്റെ പ്രാണൻ വെടിഞ്ഞപ്പോൾ ഈ ശാപം എന്നേക്കുമായി നീങ്ങിപ്പോയി. ഇനി ഉൽപ്പത്തി പുസ്തകം പറഞ്ഞ ആ ശാപത്തിൻ്റെ കീഴിലല്ല മനുഷ്യൻ. അത് വ്യക്തിപരമാണ്. ഭൂമി ഇപ്പോഴും ശാപത്തിൻ്റെ കീഴിൽ തന്നെ കിടക്കുന്നു. ഇത് നമുക്ക് സ്വീകരിക്കാം. ദൈവമക്കളാകുന്ന നമ്മളിലേക്കും ഈ ശാപം കയറി വരാം. എനിക്ക് നിങ്ങളോട് വളരെ വിശാല കുറേ വാക്യങ്ങളൊക്കെ ബൈബിളിൽ ഒന്ന് പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം പറ്റുമെന്ന് എനിക്ക് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ദാരിദ്ര്യവും സമ്പത്തുമല്ല ദൈവം തരുന്നത്. തൻ്റെ സ്വർഗത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവഹിതം നമ്മിൽ കൂടെ നിറവേറ്റുക എന്നുള്ളത്. അതിന് ഏതവസ്ഥയിൽ വിടണമെന്ന് ദൈവത്തിനറിയാം. നമ്മളെ ഏതവസ്ഥയിൽ വിടണമെന്ന് ദൈവത്തിനറിയാം. അല്ലേ? നമ്മൾ ചിന്തിക്കുന്നതാണ് എൻ്റെ അടുത്ത് കുറച്ച് കാശും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ദൈവത്തിന് കൊടുക്കാമായിരുന്നു, ദുഃഖിതരെ സഹായിക്കാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. കാരണം പറയാം, നീ കൊടുക്കണ്ട, ഇല്ല അവൻ കൊടുത്തോട്ടെ. നീ കൊടുക്കണ്ട, അവൻ കൊടുത്തോട്ടെ, നീ അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ചോളാൻ പറഞ്ഞാലോ സന്തോഷം. ഒരാളോട് പറയുക, ഇപ്പം ശബമൾ വിചാരിക്കും എനിക്കിഷ്ടം പോലെ കാശ് വേണം, ഞാനൊരു വലിയ ഉദ്യോഗസ്ഥയാകണം, എന്നിട്ട് ഇഷ്ടം പോലെ കാശ് മേടിച്ചിട്ട് എൻ്റെ സഭയിലെ സഹോദരങ്ങളെല്ലാം ദുഃഖത്തിലാണ്, അതുപോലെ എൻ്റെ ബന്ധുക്കളൊക്കെ ദുഃഖത്തിലാണ്, അവർക്കൊക്കെ കൊടുക്കണം. കർത്താവ് പറയുക, ശേബ നിന്നെ ഞാൻ വിളിച്ച അതിനല്ല. അപ്പോൾ പറയുക, ശൈലേഷിനോട് പറയുക, നിന്നെ ഞാൻ സമ്പന്നനാക്കും, എന്നിട്ട് നിന്നിലൂടെ ശേബായിക്ക് കൊടുക്കണം. അങ്ങനെയൊക്കെ ദൈവം ചെയ്യൂ. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ മാത്രം മതി. ദൈവഹൃദയം കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാണ്. നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകും. നാം ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട കർത്താവ് പറഞ്ഞു വരുന്നത്, 2 യജമാനന്മാരെ നിങ്ങൾ സേവിക്കരുത്. നിങ്ങൾക്ക് സമ്പത്തും ദാരിദ്ര്യവുമാണോ പ്രശ്നം? നിങ്ങൾ 2 യജമാനെ സേവിക്കുന്നത്. നിങ്ങൾക്ക് സമ്പത്താണോ വിഷയം, ദാരിദ്ര്യമാണോ വിഷയം? നിങ്ങൾ 2 യജമാനന്മാരെ സേവിക്കുന്നവരാണ്. അങ്ങനെ 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കെങ്കിലും പറ്റുമോ? ഓരോരുത്തരെ ചാവിട്ടി പുറത്താക്കും നമ്മൾ, ഒരു യജമാനെ. എന്നിട്ട് ഒരു യജമാനെ നമ്മൾ സേവിക്കും. അതേ ലാസ്റ്റ് നടക്കൂ. കർത്താവിന് സമ്പത്ത് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ദ വെൽത്ത് എന്നാണ്. സ്പിരിറ്റ് ഓഫ് ദ വെൽത്ത്, സമ്പത്തിൻ്റെ ഒരു ദുരാത്മാവുണ്ട്. സമ്പത്തിൻ്റെ മേൽ ഈ ലോകം മുഴുവനും ഒരു ദുരാത്മാവിനാലാണ് ഇപ്പോൾ നയിക്കപ്പെടുന്നത്. മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ ആധിപത്യത്തിലാണ്. ആണോ? മുഴുവൻ ലോകവും. അപ്പോൾ ഈ ലോകത്തിലെ സമ്പത്ത് ആരുടെ ആധിപത്യത്തിലാണ്? പിശാചിൻ്റെ ആധിപത്യത്തിലാണ്. ഇന്ന് പെന്തക്കോസുകാരുടെ മൊത്തം പണം കൂട്ടിയെന്നാൽ ഇവിടുത്തെ ഇന്ത്യയിലെ ഒരു പണക്കാരൻ്റെ പണത്തിൻ്റെ കോടികളുടെ മുമ്പിൽ ഒന്നും വരത്തില്ല. മൊത്തം ഇന്ത്യയിലെ പെന്തക്കോസുകാരുടെ മൊത്തം പണം കൂട്ടിയെന്നാൽ ഇന്ത്യയിലെ പോട്ടെ, കേരളത്തിലൊരു പണക്കാരൻ്റെ സമ്പത്തിന് മുമ്പിലൊന്നും വരുന്നില്ല. മുഴുവൻ സമ്പത്തും ദുഷ്ടൻ്റെ ആധിപത്യത്തിലാണ് കിടക്കുന്നത്. സമ്പത്തിൻ്റെ മേൽ ഒരു ശാപം തൂങ്ങിക്കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഹൃദയം നിങ്ങൾക്ക് തുറന്നിരുന്നാൽ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റും. അതുകൊണ്ട് സമ്പത്ത്, നമ്മൾ സമ്പത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. സമ്പത്തിൻ്റെ മേൽ ആധിപത്യം പിശാചിന്. ഇപ്പം ദൈവമക്കളാകുന്ന നമ്മൾ അധ്വാനിച്ച് നിങ്ങൾക്ക് ഒരു മാസം ഒരു 5 ലക്ഷം രൂപ വരുമാനമുണ്ട്. ഈ സമ്പത്തിൻ്റെ മേലുള്ള അധികാരം പിശാചിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എപ്പോഴാണ് ഇതിൻ്റെ ആധിപത്യം പിശാചിൽ നിന്ന് മാറുന്നത്? ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ ആശ്രയിച്ചത് കൊണ്ട് അവൻ്റെ മേൽ നിന്നുള്ള പൂർണ്ണ ആധിപത്യം പിശാച് വിട്ടുപോയിട്ടൊന്നുമില്ല. എപ്പോൾ വീഴിക്കാമെന്ന് വെച്ചുകൊണ്ട് അവനിങ്ങനെ ഊടാടി സഞ്ചരിക്കുകയാണ്. നമ്മൾ പറയുന്നത് അതിന് ദൈവം വെച്ച വ്യവസ്ഥയാണ് ദശാംശ വഴിപാട്. എന്താണ്? ടൈറ്റ്
നമ്മൾ കൊടുത്തിരിക്കണം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെ കാര്യം എന്താ? നമുക്ക് 1000 രൂപ ഇന്ന് കിട്ടി. ഈ 1000 രൂപയുടെ മേൽ സാത്താൻ അവകാശം പറയും. സാത്താൻ അവകാശം പറയാതിരിക്കാൻ ദൈവം വെച്ച വ്യവസ്ഥയാണ് ഇത്. ഈ സമ്പത്തിൻ്റെ ദശാംശ ഓഹരി. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ടോ? ദശാംശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് ആകപ്പാടെ പ്രശ്നമായി. ദശാംശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് ആകപ്പാടെ പ്രശ്നം. എന്താണ് കേട്ടേ പറ്റും. നിങ്ങൾ ഇനി ദരിദ്രരായി പോകണം, ഇനി നിങ്ങൾ സമ്പന്നരായിട്ട് ജീവിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ദശാംശമെന്ന് പറയുന്നത് നിങ്ങൾ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുന്ന ഒന്നാണ്. ഇത് എപ്പോഴാണ് ദശാംശം ഭൂമിയിൽ സ്ഥാപിച്ചതെന്ന് അറിയാവുന്നവരുടെ കടമ. എപ്പോഴാണ് ദൈവം ദശാംശം? പുതിയ നിയമത്തിലാണോ ദശാംശം? പഴയ നിയമത്തിലാണോ? പഴയ നിയമത്തിലാണ് അല്ലേ? പഴയ നിയമത്തിൽ എവിടെയാണ് ദശാംശം തുടങ്ങിയത്? അപ്പോൾ അത് പഴയ നിയമത്തിലല്ല. പഴയ നിയമം മോശയുടെ കാലത്താണ്. പഴയ നിയമങ്ങളുണ്ടായത് മോശയുടെ കാലത്താണ്. ന്യായപ്രമാണം കൊടുത്ത മോശയുടെ കാലത്താണ്. അപ്പം സംശയമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം പഴയ നിയമം വലുതാണോ? അത് കേട്ട് കഴിഞ്ഞിട്ട് കേട്ടോ. അതെ, അതായത് ഇത്ര ചിന്തിക്കുക. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതിനെ ഒന്ന് തിരിച്ചറിയാനുള്ള വിവേചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ നമുക്കത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. ദശാംശമെന്ന് പറഞ്ഞ് തുടങ്ങിയത് മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ പറഞ്ഞതല്ല. ദശാംശം എന്ന് പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തിൽ ദശാംശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നത്? ന്യായപ്രമാണത്തിൽ പറയുന്നത് നിങ്ങൾ കിട്ടുന്നതിൻ്റെ 10% ദൈവ വേലക്കാർക്ക് കൊണ്ട് കൊടുക്കണം. നിങ്ങൾ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം വായിച്ചെന്നാൽ 10% ലേവ്യൻ്റെ കയ്യിൽ, പുരോഹിതൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. എന്തിനാണ്? പുരോഹിതൻ്റെ അഹോവർത്തിക്കാൻ കൊടുക്കേണ്ടത്. പിന്നത്തത് എന്ത് ചെയ്യണം? ദൈവാലയത്തിൻ്റെ പ്രവർത്തിക്ക് വേണ്ടി പിന്നെ കിട്ടുന്നതിൻ്റെ 3 വർഷത്തെ കിട്ടുന്നതിൻ്റെ ഓഹരി ദൈവാലയത്തിൽ. ഞാനൊന്നും വാക്യങ്ങൾ വായിച്ച് ഇപ്പം എനിക്കെല്ലാം കൂടെ വായിച്ച് കേൾപ്പിക്കാൻ സമയമില്ല. പിന്നെ അത് കഴിഞ്ഞ് പറയുന്ന നിങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങളിതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് ദൈവാലയത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തിക്ക് മലാഖി പറയുന്നത് ദൈവാലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. വായിച്ചിട്ടോ അങ്ങനെ? ഇവിടെ പട്ടിണി വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവാലയത്തിൽ പട്ടിണി വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അയ്യോ, അതൊന്ന് മാത്രം ഒന്ന് വായിക്കാം. മലാഖിയുടെ പുസ്തകം എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എടുത്തവരുണ്ടെങ്കിൽ അവസാനത്തെ, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകം 3-ാം അധ്യായം, മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6 മുതലൊന്ന് വായിക്കാം. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടത് ചോദിക്കുന്നു. മനുഷ്യന്റെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തന്മാരാകുന്നു. എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുകയും ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളിൽ തുറന്ന് സ്ഥലം പോരാതെ വരുമ്പോഴും നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. ഞാൻ പറയുന്നത് ഇവിടെ ഞാനിപ്പോൾ പല ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതൊന്നും ഞാൻ വായിച്ച് കേൾപ്പിച്ചില്ല. ഇവിടെ ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കണം. എന്തിനാണ് ദൈവാലയത്തിൽ കൊണ്ട് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചെന്നാൽ ദൈവാലയത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്താണ് പല പല കാര്യങ്ങൾ വരുന്നത്.
അപ്പോൾ വരുന്നവർക്ക് ചിലപ്പോൾ ഇച്ചിരി ഭക്ഷണം കൊടുത്തു വിടേണ്ടി വരും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഇതാരും കൊടുത്തിട്ട് വേണം ചെയ്യാൻ? ദൈവാലയത്തിൽ നിങ്ങൾക്ക് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? തോൽപ്പിക്കാമോ? തോൽപ്പിക്കാം. എങ്ങനെ തോൽപ്പിക്കാം? എങ്കിലും നിങ്ങളെന്നെ തോൽപ്പിക്കുന്നു, നിങ്ങളെന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിനും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. പാവപ്പെട്ട പച്ചക്കുട്ടി ക്ലാസ് പറയുന്നതല്ല കേട്ടോ. കിട്ടുന്ന 10 രൂപയ്ക്കകത്തുനിന്ന് 1 രൂപ ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ, അത് ദൈവാലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് കൊടുത്തില്ലെങ്കിൽ ദൈവത്തെ തോൽപ്പിക്കുന്നു, ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്, ഞങ്ങൾക്കിവിടെ കഴിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവാലയത്തിന് പല പ്രവർത്തികളുണ്ട്. നിങ്ങൾ ദശാംശം മുഴുവനും, പലയിടത്തും പകുതി കൊടുത്ത് അവിടെ ഇവിടെ പകുതി കൊടുത്തിട്ടല്ല, മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയല്ലയോ? നിങ്ങളെന്നെ ഇതിനാൽ ഒന്ന് പരീക്ഷിപ്പിൻ. ഒന്ന് വെറുതെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ഒരാള് സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ദൈവമാണോ? അല്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പങ്കുവയ്ക്കാം. കാരണം നമ്മൾക്ക് ദൈവരാജ്യം നമ്മൾ വെളിപ്പെടണം. സ്വർഗത്തിൻ്റെ ഹിതം ഇവിടെ, ഇഷ്ടം നടക്കണം ഇവിടെ. അതല്ലാതെ കണ്ട് പോകരുത്. നമുക്കിങ്ങനെ ഞെരിങ്ങി ഞെക്കി പിന്നെ തിന്നും കുടിച്ചുമല്ല പോകേണ്ടത്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ മഹത്വ സഭയ്ക്കകത്ത് നമ്മൾക്ക് ചെറിയ കൂട്ടമാണെങ്കിലും ഇവിടെ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയണം. നിന്റെ ദശാംശം മുഴുവനും ആലയത്തിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ദൈവദാസൻ അവിശ്വസ്തതയോടെ കൈകാര്യം ചെയ്താൽ കണക്ക് കൊടുക്കേണ്ടത് ദൈവത്തിന് മുമ്പിൽ ഞാൻ കണക്ക് കൊടുക്കണം. ഹല്ലേലൂയ. ആഹാരം ഉണ്ടാകേണ്ടതിന് സഭയുടെ ഓരോ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം നടത്തപ്പെടണമെങ്കിൽ പറയും, പാസ്റ്റർ ഞങ്ങൾക്ക് വരുമാനം കുറവല്ലേ? നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ, വരുമാനം കൂടുമോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ മനോഭാവമാണ് അവിടെ നിൽക്കുന്നത്. എന്താണ്? ദശാംശം കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ മനോഭാവത്തിൽ നിങ്ങൾ കൊടുത്തു എന്നൊരു ചിന്ത വരുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യമില്ല, അവിടെ പിശാചിൻ്റെ ആധിപത്യം വരുന്നു. മനസ്സിലായോ? ഞാൻ ദൈവത്തിന് 10 കൊടുത്തു. 10 എന്ന് പറയുന്ന പഴയ നിയമത്തിൻ്റെ ആണ് കേട്ടോ, പുതിയ നിയമത്തിൽ ഓഹരിയാണ്. കൊടുത്തു എന്ന് ചിന്ത വന്നു. ഞാൻ ഇത്ര കൊടുത്തെന്ന് വന്നപ്പോൾ ഉല്ലഹങ്കാരം കയറി. ഞാൻ പറയുന്ന പോലെ പാസ് സഭ പോകണം, ഞങ്ങൾ തന്നിലേക്ക് കാണാം എന്നൊരു ചിന്ത. നീ കൊടുത്തില്ല. റോമാലേഖനം വായിച്ചു നോക്കണം. സകലവും അവനിൽ നിന്നാണ്, അവനാലാണ്, അവങ്കലേക്കാണ്, അവനിൽ നിന്ന് കിട്ടിയതാണ്. 1000 രൂപ കിട്ടിയപ്പം 100 ദൈവത്തിനല്ല കൊടുത്തത്. അതാണ് വചനവിരുദ്ധമായിരിക്കുന്ന നമ്മുടെ സ്വയത്തിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ മനോഭാവം. 1000 കൂടെ ദൈവത്തിന് കൊണ്ട് കൊടുക്കുക. നിന്റെതല്ല ഈ പണം, ഈ കിട്ടിയ കാശ് 1000, അതിനകത്ത് 100 അല്ല ദൈവത്തിൻ്റെതാ, 1000 ദൈവത്തിൻ്റെതാ കേട്ടോ. കിട്ടിയത് മുഴുവൻ കൂടെ കൊണ്ട് കൊടുത്തു. കർത്താവേ ആരോഗ്യം തന്നു, ഇത്രയും ബലപ്പെടുത്തി, ഇത്രയും പൈസ തന്നു, നന്ദി കർത്താവേ, അങ്ങോട്ട് കൊടുത്തു, ഞാനങ്ങ് പോവുക. പച്ചക്കുട്ടി നീ വന്നേ, നിനക്ക് ഇത്രയും ആരോഗ്യമൊക്കെ തന്നല്ലോ, ബുദ്ധി തന്നല്ലോ, എടാ നിന്റെ വീട്ടുകാര്യങ്ങൾ നടക്കട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, നീ ഇതിനകത്ത് നീ ഇത്ര കൊണ്ടുപോയിക്കോ, ഇത്ര നീ 80 നീ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ 800 നീ കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ 900 നീ കൊണ്ടുപോയിക്കോ എന്ന് ദൈവം പറഞ്ഞു. അതും മേടിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ഇപ്പം എനിക്കെന്താണ്? ഞാൻ ദൈവത്തിന് കൊടുത്തോ, നീ എനിക്കെന്നോ? ഇല്ലെങ്കിൽ അതിൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കൂരിലിട്ടാണ്. ഇല്ലെങ്കിൽ ആ പണം നീ ചെലവാക്കുന്ന മുഴുവൻ ശാപത്തിൻ്റെ കീഴിലാണ്. ഈ പണത്തിൻ്റെ ഓരോ പൈസയുടെ മേലും ദുഷ്ടൻ്റെ ആധിപത്യം ഉണ്ടാകും. തികയത്തില്ല നിനക്ക്. ഞാൻ പറഞ്ഞ 1000 അല്ല, ഒരു ദിവസം 10,000 കിട്ടിയ അദ്ദേഹത്തിന്
ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഈ അഭിവൃദ്ധി ഒന്ന് പ്രാപിക്കണം. ഇതാണ് അഭിവൃദ്ധി. കാഴ്ചപ്പാട്, വെളിപ്പാട് കിട്ടണം. ഇത് വചനത്തിൻ്റെ വെളിപ്പാട് കിട്ടണം. മുഴുവൻ കൂടെ കർത്താവിന് കൊടുത്തിട്ട് ഞാൻ പോവുക. കർത്താവ് വിളിച്ചു, നിന്നെ ഇവിടേക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ, നിന്റെ വീടിന് എന്നെ പ്രശ്നമില്ലേ, കൊണ്ടുപോയിക്കോ. അപ്പോൾ വിചാരിച്ച് ഈ മാസം കൊടുക്കേണ്ട അടുത്ത മാസം കൊടുത്തേക്കാം, കണക്കൂട്ടി എന്ത് ചെയ്യാം, കണക്കൂട്ടി ഇരട്ടിയായിട്ടാണ് കൊടുത്തേക്കാം. ഈ മാസം കൊടുക്കേണ്ടെന്ന് അവിടെ കയറി മറ്റവൻ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന ഒരു മാമോൻ സ്പിരിറ്റുണ്ട്, സ്പിരിറ്റ് ഓഫ് ദ മാമോനുണ്ട്. ഇതിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്താണ്? കാതിരി പുന്തിരിയായിപ്പോയി, കണക്കൂട്ടിലെല്ലാം പൊളിഞ്ഞു പോയി. ഇപ്പം എന്ത് ചെയ്തു? പഴയതിനേക്കാൾ കഷ്ടമായി. വരുമാനം കിട്ടിയപ്പോൾ വരുമാനമില്ലാഞ്ഞ കാലത്തേക്കാൾ കഷ്ടമായി. ദൈവം നമ്മുടെ ദാരിദ്ര്യം മാറ്റുന്ന ദൈവമാണ്. ദൈവം ദാരിദ്ര്യം തരുന്ന ദൈവമല്ല, കടം വരുത്തുന്ന ദൈവമല്ല. ദൈവം സമൃദ്ധി തരുന്ന ദൈവമാണ്. എങ്ങനെ സമൃദ്ധി? ദൈവഹിതപ്രകാരമുള്ള സമൃദ്ധി. നിനക്ക് 100 രൂപ കിട്ടി, അതിനകത്ത് അതല്ലേ ഒരു വീട്ടിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുമുള്ള ജീവിതത്തെക്കാൾ വലുതാണ് ഒരു ഉണക്ക അപ്പവും ഒരു ഇച്ചിരി വെള്ളവും കൂടെ, ചൂടുവെള്ളവും കൂടെ കുടിച്ചുകൊണ്ട് നിൻ്റെ വീട്ടിൽ നീ കഴിഞ്ഞു. അവരെക്കാൾ സമൃദ്ധിയാണ് നിൻ്റെ വീട്ടിൽ. അത് ദൈവം കാണുന്ന സമൃദ്ധിയാണത്. ദൈവം കാണത്തക്കവണ്ണം നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് കൊടുത്തു എന്ന് ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ പിശാചിന്റെ ആധിപത്യത്തിനാണ് പണം. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പണത്തിൻ്റെ മേൽ ഒരു അധികാരം പിശാചിനുണ്ട്. ഇത് നൃത്തം ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ദൈവത്തിന് മുഴുവൻ കൂടെ കൊടുക്കണം. ദൈവത്തിന് മുഴുവൻ കൂടെ കൊടുത്തിട്ട് ഞാനങ്ങ് പോകണം. ഇപ്പം ഇത് ആരുടെ പണമായി? ഇപ്പം എൻ്റെ ഈ മാസം കിട്ടിയ 10,000 രൂപ എൻ്റേതല്ല, അത് കർത്താവിൻ്റെതാണ്. ഇതിൻ്റെ മേൽ ഏത് ദുഷ്ടൻ ആധിപത്യം പുലർത്തുന്നത്? അല്ലാത്ത സകല പണത്തിൻ്റെ മേലും ദുഷ്ടൻ്റെ ആധിപത്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഓരോ ഭവനങ്ങളുടെ അവസ്ഥകളെടുത്ത് കാണിച്ചു തരാം. പണത്തിൻ്റെ അതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ ഞാൻ പറയുന്നത് വേദപുസ്തകത്തിൽ വായിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിക്കാൻ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നില്ല. ദൈവദാസന്മാർ, പുരോഹിതന്മാർ ജോലിക്ക് പോയി. നെഹമ്യാന്റെ പുസ്തകത്തിൽ വായിക്കുക, യെശയ്യായുടെ പുസ്തകത്തിൽ വായിക്കുക. എന്താ ജോലിക്ക് പോയത്? കിട്ടിയവരെല്ലാം അവരവരുടെ വയർ നിറയ്ക്കാൻ തുടങ്ങി. കിട്ടിയവരെല്ലാം അവരവരുടെ ബാങ്ക് അക്കൗണ്ട് കൂട്ടാൻ തുടങ്ങി, ബാങ്കിൽ കൂട്ടാൻ തുടങ്ങി. പുരോഹിതന്മാർക്ക് വരുമാനമില്ല, ചെറിയ ജോഷ്യം മേടിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പൈസ ഇവർ കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ ആർക്കാ ബുദ്ധിമുട്ട് വരുന്നത്? ദൈവദാസന്മാർക്ക് ഞെരുക്കം വന്ന് ബുദ്ധിമുട്ട് വന്നു. അവർ ഓരോ ജോലിക്ക്. ഇപ്പം ശുശ്രൂഷയ്ക്ക് സമയത്ത് ഓടിപ്പിടിച്ചു വേണം വരാൻ, കഷ്ടപ്പെട്ട്. കാരണം വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണ്ടേ, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണ്ടേ. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അതെടുത്ത് പറയുന്നില്ല. നിങ്ങൾ കാണിക്കുന്ന ആ വേദന, ശാപം എന്താണെന്നറിയാമോ? നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ പ്രവൃത്തി എത്ര ദോഷമാണ് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ വരുത്തിവെക്കുന്നത്, നിങ്ങളുടെ തലമുറയ്ക്ക് വരുത്തിവെക്കുന്നത് അറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വായിച്ച ഭാഗത്ത് ഒരു 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബ് 5:4. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ ശ്രമിച്ചു കുളച്ച് കൊല്ല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. നിങ്ങൾക്ക് അത് വായിച്ചത് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു, ഇപ്പോൾ ഇവിടെ ജോലി എടുപ്പിക്കുന്നതിന് യജമാനന്മാരാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടുന്ന കൂലി പറയുന്ന സന്ധ്യ ആകുമ്പം അവൻ്റെ കൂലി കൊടുത്തുവിടണം.
അവൻ്റെ കൂലിക്കകത്തുനിന്ന് 10 രൂപ പിടിച്ചു വെച്ചാൽ പിന്നെ നീ ദശാംശം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കൂലിക്കകത്തുനിന്ന് ഇപ്പം എങ്ങനെ, നിങ്ങളിവിടെ ഒരു യജമാന 10 ജോലിക്കാരുണ്ട്, ആ 10 ജോലിക്കാരുടെ കൂലിക്കകത്തുനിന്ന് 100 രൂപയ്ക്കകത്ത് നിങ്ങൾ 5 രൂപ കുറച്ചു കൊടുത്തു, അവൻ എന്ത് ചെയ്യാനൊക്കും? അത് നിങ്ങൾ പിടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ ആ കാശ് കൊടുത്തില്ല ഏതെങ്കിലും കാരണം പറഞ്ഞ് അതവിടെ കിടന്ന് നിലവിളിക്കും. ദാരിദ്ര്യത്തിൻ്റെ ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. അപ്പം നമ്മളെല്ലാവരും ചോദിക്കും, അയ്യോ പാസ്റ്റർ, ഞങ്ങൾക്ക് ആർക്ക് ജോലിക്കാരുമില്ല, ഞങ്ങൾ ആരും കൂലി കൊടുക്കുന്നുമില്ല. പക്ഷേ അതിനകത്ത് ഈ ഒരു കാര്യം പറയുമ്പം ഇതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളല്ലേ? ആണ്. യജമാനൻ്റെ ജോലി ചെയ്യുന്ന എങ്ങനെയാ? ജോലി ചെയ്യുന്ന കാര്യത്തിൽ ജോലി ചെയ്തവന് കൂലി കൊടുത്തില്ലെങ്കിൽ അത് നിലപിടിക്കും. പക്ഷേ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ജോലി ചെയ്യുന്നവരാ നിങ്ങൾ. ചെയ്തപ്പം അങ്ങോട്ട് നോക്കി, യജമാനില്ലാത്ത സമയം നോക്കി എന്ത് ചെയ്തു? ഒന്ന് മുറുക്കാൻ പോയി, ഒന്ന് ബീഡി വലിക്കാൻ പോയി. നമ്മുടെ ഇന്നത്തെ സമൂഹം ജോലിക്കാരുടെ അടുത്ത് എന്ന് ചോദിച്ചെന്നാൽ പറയും, എങ്ങനെയൊന്ന് വൈകുന്നേരമാണ്, കാശ് കിട്ടിയിട്ട് വേണം ഒന്ന് ഒരു ക്വാർട്ടർ മേടിക്കാൻ. ജോലി ചെയ്യുന്നത് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. എൻ്റെ ചെവി കൊണ്ട് കേട്ടത്, ഇവിടെ വന്നപ്പോൾ കേട്ടതാണ്. ഇവിടുന്ന് പോയിട്ട് വേണം പാഷേ ഒന്ന് മേടിച്ചൊന്ന്, ഇല്ലെങ്കിൽ ശരീരം വേദനയാണ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് യജമാനൻ്റെ പണി 5 മണി വരെ ചെയ്യേണ്ട 4:30 മണിക്ക് പണി നിർത്തി. യജമാനൻ കണ്ടില്ല. യജമാനൻ വന്നപ്പോൾ ഈ ആശാരിമാരുടെ പണി കേട്ടിട്ടുണ്ടോ? 5 മണി അങ്ങോട്ട് ആകുമ്പോഴത്തേക്കും എല്ലാവരും അതുവരെ വൈകിട്ട് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, വൈകിട്ട് നോക്കി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയത് ഇത് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. അപ്പം വിശ്വസ്തയോടെ ഒരു യജമാനന് ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് അവൻ്റെ നന്മ കണ്ടിട്ട് കണ്ണു കടിക്കരുത്. ഞാൻ അധ്വാനിച്ചിട്ടാണ് ഇവൻ വലിയവനാകുന്നത്, ഞാൻ അധ്വാനിക്കുന്നുകൊണ്ടാണ് ഇവൻ നന്മ, അവനെക്കൊണ്ട് ഞാനാ കഴിയുന്നത്. എന്ത് ചെയ്തു? എന്തെങ്കിലും ഒരു നഷ്ടം വരുത്താൻ, എന്തെങ്കിലും ഒരു കഷ്ടം വരുത്താൻ ചെയ്യുന്ന ജോലിക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കുടുംബത്തിനകത്തേക്ക് നിങ്ങൾ കയറി നോക്കിക്കോ. എൻ്റെ സ്ഥാപനം, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടത് ആരും കണ്ടില്ലെങ്കിലും അതിൻ്റെ നന്മ, അതിൻ്റെ ഉയർച്ച, എനിക്ക് ശമ്പളം കുറവാണ്, എന്നെ അവൻ പേടിപ്പിക്കുക, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ്റെ ആ കണ്ണുനീര്, അവൻ്റെ യജമാനൻ്റെ കണ്ണുനീര് അവിടെ ചെല്ലും. ഇത് ചിന്തിക്കാറുണ്ടോ? ജോലി ചെയ്ത കാശ് കിട്ടണം, അവൻ്റെ ഉത്തരവാദിത്വത്തോടെ ജോലി കൊടുക്കാനുള്ള ചുമതല നമുക്കുണ്ടോ? എന്നിട്ട് വന്നിട്ട് ബുദ്ധിമുട്ട് മാറാമെന്ന് ഉപവസിച്ചെന്നാൽ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്നില്ല അവിടെ. ഹല്ലേലൂയ. ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി എന്തെല്ലാം ചെയ്താലും ഈ കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് വായിച്ചൊന്ന് നിങ്ങളെ ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം, പെട്ടെന്നൊന്ന് വായിച്ച് സഹായിക്കണം. മൈക്കിനകത്ത് വായിക്കണേ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം. ആവർത്തനം 28:47. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായതുകൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാ ദരിദ്രത്തോടും കൂടി സേവിക്കും. നിന്നെ നശിപ്പിക്കും വരെ അവൻ. മതി. നിങ്ങൾക്കറിയാവുന്ന വാക്യമാണ് ഇതൊക്കെ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. എങ്ങനെ? സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായിട്ട്. എല്ലാം അങ്ങോട്ട് തന്നപ്പോൾ ദൈവത്തെ മാത്രം മറന്നുപോയി. യഹോവയെ നീ ഉന്മേഷത്തോടെ ഹൃദയ സന്തോഷത്തോടുകൂടെ സേവിച്ചില്ല. ദൈവം എന്തെങ്കിലുമൊക്കെ നന്മ തന്നിട്ട് ഇങ്ങനെ നോക്കും കേട്ടോ, ഇങ്ങനെ നോക്കും. ഒരു നന്മ തരുമ്പം ഹൃദയ സന്തോഷത്തോടെ, ഹല്ലേലൂയ, ഉത്തരവാദിത്വത്തോടെ നീ സേവിക്കണം, ഉന്മേഷത്തോടുകൂടെ സേവിക്കണം. ദൈവവേല കാറ്റിൽ പറത്തിക്കളഞ്ഞു. ആർക്ക്? ഞാൻ ദൈവവേല ആര് കാണാൻ പോണത്? ഇപ്പം എൻ്റെ വീട്ടിലെല്ലാം സുഭിക്ഷതയുണ്ട്. അവൻ ദൈവസഭയുടെ കാര്യങ്ങൾ കാറ്റിൽ പറത്തിക്കളഞ്ഞു. ഉന്മേഷത്തോടും സകല സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നീ ചെയ്തില്ലെങ്കിൽ എന്തു പറ്റുമെന്ന് അവിടെ വായിക്കുന്നത്?
യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും കൂടെ ശത്രുവിനെ കൊണ്ടുവരുമെന്ന്. ശത്രുവിനെ നിന്റെ നേരെ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഇപ്പം വേഷം നടക്കുക, ഇപ്പം ദാഹത്തോടെ നടക്കുക. തന്ന സമൃദ്ധി ഹേതുവായിട്ട് അഹങ്കരിച്ചു, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്സാഹം കാണിച്ചില്ല, ഉന്മേഷം കാണിച്ചില്ല. ഉന്മേഷമില്ലാതെ കൊടുക്കരുത്, ഉന്മേഷമില്ലാതെ ഒന്ന് സ്തോത്രം ചെയ്യരുത്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് ആത്മീയ കാര്യങ്ങളെ മുടക്കരുത്. ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ പലരും സഭായോഗത്തിന് വന്നിട്ടില്ല. ഓരോരുത്തർ വിളിച്ചു പറഞ്ഞു ശരീരം വേദനയാണ്, മുട്ടുവേദനയാണ്, ഒക്കെ കാരണം കർക്കിടക മാസമൊക്കെയാണ്, അനുഭവിക്കുന്ന പ്രയാസമൊക്കെ കണ്ടേക്കാം. പക്ഷേ ദൈവം തരുന്ന ഓരോ സമൃദ്ധിക്കും നമ്മൾ കണക്ക് കൊടുക്കണം. ദൈവം തരുന്ന ഓരോ കാര്യത്തിൻ്റെയും ദൈവസ്ഥ നമ്മൾ കണക്ക് പെട്ടെന്ന് വായിച്ചു വിടാം. മോളെ സദൃശ്യവാക്യങ്ങൾ 28:16 വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 28:16. ഇവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞത് പോകുന്നു മാത്രമേ ഉള്ളൂ. ബുദ്ധിഹീനായ പ്രഭു മഹാപീഡകനമാകുന്നു, ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസ്സോടെ ഇരിക്കും. ഹല്ലേലൂയ. ദരിദ്രരെ ഞെരുക്കുക, ദാരിദ്ര്യമുള്ളവരെ മറന്നു കളയുക. ഇവിടെ നിങ്ങളെക്കാൾ ദരിദ്രനായിട്ട് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ സമ്പത്തുള്ളവരെ മാത്രമേ നോക്കത്തുള്ളൂ. നിങ്ങളെക്കാൾ ദരിദ്രനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ദരിദ്രനെ മറക്കരുത്. അവൻ വണ്ടിക്കൂലി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് അന്വേഷിക്കണം. ഹല്ലേലൂയ. ഇത് നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ അഭിവൃദ്ധിയെ ഞെരുക്കിക്കളയുന്ന ഒന്നാണ്. ആമോസ് 4:6 കൂടെ വായിച്ചപ്പോൾ, ആമോസ് 4:6. നാലാം അധ്യായത്തിൽ 6 വാക്യം. നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് കല്ലുടെ വെളുപ്പും എല്ലായിടങ്ങളിലും അപ്പത്തിന്റെ കുറവ് വരുത്തിയിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. കേട്ടോ, ഇതാണ് വിഷയം. എന്താണ് വായിച്ചോ? ഞാൻ ഇച്ചിരി ഞെരുക്കം വരുത്തി, ഇച്ചിരി ഭക്ഷണമില്ല, ഇച്ചിരി നല്ല ചോറില്ല, ഇച്ചിരി നല്ല കറിയില്ല, ഇച്ചിരി എണ്ണയില്ല, കാര്യങ്ങൾക്കെല്ലാം എന്തിനാ? ഇവിടെ വായിക്കുക, എല്ലായിടങ്ങളിലും അപ്പത്തിൻ്റെ കുറവും വരുത്തിയിട്ട് നിങ്ങൾക്ക് എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓ, അതെന്ത്? എല്ലാവർക്കും വരുന്നതല്ലേ? അല്ല, നിന്റെ ആവശ്യത്തിൽ തികയാതെ വന്നപ്പോൾ, നിന്റെ അടുക്കളയ്ക്കകത്ത് ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തിങ്കിലേക്കൊന്ന് കണ്ണുയർത്തണം. കർത്താവേ, ഇതാണോ അങ്ങയുടെ പദ്ധതി എന്ന് നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം. ദൈവത്തിങ്കിലേക്കൊന്ന് മടങ്ങി വരണം. ഓ, ഞങ്ങൾ ഈസ് ഓക്കെ, ഞങ്ങളൊക്കെ ഭക്തന്മാരല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് നിപ്പിരിക്കാനല്ല, മടങ്ങി വരവിന് വേണ്ടിയിട്ട്. പോലെ സദൃശ്യവാക്യങ്ങൾ 6:10 കൂടെ വായിച്ചു. സദൃശ്യവാക്യങ്ങൾ 6:10 വായിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. ആരാവിടെ? ഇവിടെ ഇങ്ങനെ കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ നിദ്ര, കുറെ കൂടെ കൈകെട്ടി കിടക്കുക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കൽ പറയുന്നതിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെപ്പോലെയും വരും. മറ്റോ അലസം, ഉറക്കം തീരുന്നില്ലെന്നേ, കുഴപ്പമൊന്നുമില്ല. നിന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നുകൊണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വാർദ്ധക്യത്തിലായി ഇച്ചിരി ഷുഗർ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് വെച്ച് ഇച്ചിരി ഒരു മനുഷ്യന് മാക്സിമം ആരോഗ്യമുള്ള മനുഷ്യന് 6 മണിക്കൂർ തുറക്കണം മാക്സിമം. അതിനേക്കാൾ കൂടുതൽ ഉറങ്ങാമെന്നൊക്കെ ചിന്തിച്ചാൽ ബുദ്ധിമുട്ട് വന്നിരിക്കും. അലസത, അധ്വാനിക്കാൻ മനസ്സില്ലാത്തൊരു മനുഷ്യനെ പ്രാർത്ഥിച്ചാൽ ബുദ്ധിമുട്ടൊന്നും മാറത്തില്ല. പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ട് മാറണം. പാസ്റ്റർ തലയെ കൈവച്ച് കേൾക്കാവോ? എന്ത് പറ്റി? ഉറക്കം വന്നിട്ടാണോ?
തലയെ കവിച്ച് പ്രാർത്ഥിച്ച് ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയല്ല. എന്ത് ചെയ്യണം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. ഞാനിപ്പോൾ ബാലു എഴുന്നേറ്റ് കുഞ്ഞിനെ കൊണ്ടോട്ട് പോയി. അതറിയാം, ചെറുപ്പക്കാരനാണ്. ഒരു ജോലിയും കഴിഞ്ഞിട്ട് വരുന്ന 8:30-9 മണിക്ക്. അത് കഴിഞ്ഞപ്പോൾ ഈ ബൈക്കും കൊണ്ട് ഫുഡ് ഓരോരുത്തർക്ക് കൊടുക്കാൻ പറ്റും. ബുദ്ധിമുട്ട്. ദൈവം അത് കാണത്തില്ലേ? പോകാൻ പറ്റില്ല, പ്രയോജനമില്ലായിരുന്നത്. ഓടടാ ഓട്ടവാ. എങ്ങനെ? അവൻ്റെ വീട്ടിൽ നാളെ നിങ്ങൾ നോക്കിക്കോ, ദൈവനെ മാനിക്കാൻ പോകുന്നത് എന്താണ്? അധ്വാനിക്കാൻ മനസ്സുള്ളവൻ. നമ്മുടെ ചർച്ചിലുള്ള പലരും അങ്ങനെ അധ്വാനിക്കാൻ മനസ്സുള്ളവരാണ്. അല്ലാത്തവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് മാറത്തില്ല. ഞാൻ കൃത്യം 5 മണി കഴിഞ്ഞു. ശൈലൂഷിനെ ചോദിക്കണം, 7 മണിയാകുമ്പോഴത്തേക്ക് തേച്ചോണ്ടിരിക്കുക. 7 മണിയാകുമ്പോഴത്തേക്ക് അങ്കളെ ഇപ്പം തീർന്നിട്ടില്ല, ഇപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാരണം? ആകപ്പാടെ കിട്ടുന്ന 1000 രൂപയായിരിക്കാം. ആ കിട്ടിക്കഴിഞ്ഞാൽ 6 മണിയായാലും 7 മണിയായാലും അതിൻ്റെ കൂടെയുള്ള ജോലിക്ക് ഇറക്കിയാൽ ബുദ്ധിമുട്ട് തോന്നും. എന്താ അതിൻ്റെ പിന്നിലുള്ള കാര്യം? അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത, ഉത്തരവാദിത്വം. അത് തന്നെയാണ് പ്രോവർബ്സ് 14:23 കൊണ്ട് വായിച്ചപ്പോൾ. അതിന് 14:23 കൊണ്ട് വായിച്ചു. 14:23. വിവേകമുള്ള മനുഷ്യൻ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു, ഭോഷന്മാരുടെ ഹൃദയമോ തൊഴിലെടുക്കത്തില്ല. അതറിയാറുണ്ടോ? വാചപടിക്ക് അതൊക്കെ സമയം കളയും. ജോലി ചെയ്യത്തില്ല. ജോലി ചെയ്യാനുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ വീട്ടിൽ ചെന്നു. അപ്പോൾ അമേരിക്കയിൽ വന്ന ആളാണ്, ഒരു മരപ്പണിക്കാരൻ നിന്നുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ന് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം മുന്നെല്ലാം കൊണ്ട് മാറ്റി വെച്ചിട്ട് പുളിയും മാറ്റി വെച്ച് ഇദ്ദേഹമൊക്കെ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻകുട്ടി എന്തോ ഇത് എന്തൊരു ലോകമാണിത്, 5 മണിക്ക് കൃത്യം കാശ് കൊടുക്കണം. ഞാൻ പറഞ്ഞ അങ്കിളെ എന്തൊരു പറഞ്ഞിട്ടല്ലേ ഈ സംസാരിക്കുന്നത്? അത് നടക്കത്തില്ല. ഞാൻ പറയുമ്പോഴും കേട്ടുകൊടുത്തിട്ട് ജോലി ചെയ്യണം. ഞാൻ അമേരിക്ക, അതിവിടെ നടക്കുമെന്നൊക്കെ. ഈ സംസാരിച്ച് മുറുക്കി തുപ്പിയും ബീഡി വലിച്ചും അവൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറുന്നില്ല. അധ്വാനിക്കണം. വായജമണിയല്ല, ഞാൻ നാളെ അത് ചെയ്യും, മറ്റന്നാൾ അത് ചെയ്യും, അങ്ങനല്ല. അധ്വാനിക്കാനുള്ള മനസ്സ് വേണം. 21:17 വായിച്ചമ്മടെ സദസ്യമാക്കി. 21:17 നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞത് ഇത് വെറും ധർമ്മോപദേശമാണ് ഞാൻ പറയുന്നത്. ഞാൻ വിവരിക്കണ്ടല്ലോ. ഉല്ലാസപ്രിയൻ ദരിദ്രനായി തീരും. വീഞ്ഞും തൈലവും പ്രിയപ്പെടുന്നവൻ ധനവാനാകയില്ല. നമ്മളാരും ഉല്ലാസപ്രിയരില്ല. കള്ളും സുഗന്ധദ്രവ്യങ്ങളും കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ദരിദ്രനായി തീരാനുള്ളൊരു കാര്യം, ഇപ്പോൾ ദൈവം ഏൽപ്പിക്കുന്ന സമയത്ത് എൻ്റെ അധ്വാന ഭാരം കൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം ഇവിടെ തിമോത്തിയും ഹന്നയും ഇവർക്ക് കൊടുത്ത മക്കളാണ്. ഈ മക്കളെ കെട്ടിയപ്പോൾ ഇവൻ 10ാം ക്ലാസ്സിലാണ്. ഇവൻ 11ലേക്ക് പോകുമ്പോൾ ഇവന് പൈസ വേണമെന്ന് അപ്പനും അമ്മയും ചിന്തിക്കണ്ടേ? കിട്ടിയ പൈസ കൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് ഒരു നന്മ വന്നു, വരുമാനം വന്നു. ആ വരുമാനം കൊണ്ട് അപ്പുറത്ത് പോയി 3 സെന്റ് സ്ഥലം മേടിച്ചിട്ടു. ഇല്ലെങ്കിൽ അവിടെ ഒരു വസ്തു ഉണ്ടായിരുന്നു, അവിടെ ഒരു മനോഹരമായ വീടൊക്കെ പണിതിട്ട് കുഞ്ഞുങ്ങളുടെ പഠനത്തെ, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ചോദിക്കേ. ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് ഭാവി ഇവർക്കുണ്ടാകുമ്പോൾ, ഇവർക്ക് ഭാവി ഉണ്ടാകുമ്പോൾ വസ്തു മേടിക്കും, ഇവർ വീട് വയ്ക്കും. എങ്ങനെ? എൻ്റെ വീട് കണ്ടിട്ട്. ഹല്ലേലൂയ. പല കാര്യങ്ങളും നമുക്കെങ്ങനെ തോന്നും, ഇപ്പം എങ്ങനെയാണ് അതങ്ങ് ചെയ്തേക്കാം. നിന്റെ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം മാറത്തില്ല. സുഖലോലുപത എന്ന് വെച്ചെന്നാൽ തിന്നാനും കുടിക്കാനും ചിലർക്ക് വേണ്ട, ചിലർക്ക് നല്ല സെറ്റ് മേടിച്ചിടണം. ഇപ്പം ഷൈജുവിൻ്റെ വീട്ടിൽ നല്ല സെറ്റിയുണ്ട്, അതുപോലെ എനിക്ക് മേടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊരവസ്ഥ. ഞാൻ പറയട്ടെ, എൻ്റെ ലിൻസിമോളുടെ കല്യാണത്തിന് വന്നപ്പോൾ 4 പ്ലാസ്റ്റിക് ചെയറിനകത്താണ് എൻ്റെ ലിൻസിമോളുടെ കല്യാണത്തിനകത്ത് എല്ലാവരെയും വിളിച്ചിരുത്തി. 4 പ്ലാസ്റ്റിക് ചെയർ. എനിക്കൊരു കടം മേടിക്കാമായിരുന്നൊരു സെറ്റ്, ഒരു 25,000 30,000 രൂപയ്ക്ക് ഒരു സെറ്റ് കടം മേടിക്കാമായിരുന്നു. ആൾക്കാരെ ഒന്ന് വിളിച്ചുകൊണ്ട് നിർത്താമായിരുന്നു.
എൻ്റെ പാവപ്പെട്ട ഈ സഹോദരങ്ങളെല്ലാം കൂടെ കുറച്ച് പെയിൻറ്റ് മേടിച്ച് സജനും ഷൈജു പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ആ വീടിനൊന്ന് പെയിൻറ്റ് അടിച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി അവരുടെ കല്യാണം നടത്തി. ഞങ്ങൾ സംതൃപ്തരായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിൽ സെറ്റി വന്നു കേട്ടോ, ഞങ്ങൾക്ക് സ്വന്തം വീട് വന്നു കേട്ടോ, സ്വന്തം ആലയം വന്നു കേട്ടോ. എല്ലാറ്റിനും അതാതിൻ്റെ സമയത്തല്ലാതെ അതിന് മുമ്പ് ചാടിക്കേറി വീണ് കഴിഞ്ഞാൽ നിന്റെ ദാരിദ്ര്യം ആയുധപാണിയെപ്പോലെ വരും. നിന്റെ പ്രവൃത്തി ദൈവീകമല്ല. ദൈവാലോചനയില്ലാതെ നീ കാണിച്ച പ്രവൃത്തികൾക്ക് നീ കണക്ക് കൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. പക്ഷെ വേദോസം പറയുന്നുണ്ട് കേട്ടോ, വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം, മക്കളുമായിട്ട് ഒന്ന് കടപ്പുറത്ത് പോയി ഇതിൻ്റെ മക്കളെ കൊണ്ടൊക്കെ ഒന്ന് പോകണം. ഒരു 3 വർഷമൊക്കെ ഒരു വർഷത്തിലൊരിക്കൽ എന്ത് ചെയ്യണം, എല്ലാ കാശും കൂടെ കൂട്ടി വെച്ച് ഇരിക്കാനല്ല, അവർക്ക് നല്ലൊരു ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് പറ്റുമെങ്കിൽ 2 or 3 ഐസ്ക്രീം ഒറ്റ ദിവസം മേടിച്ചു കൊടുത്തേക്കണം. അവരുടെ കൊതി തീർത്ത ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് പല ഇടുക്കിയിലോ കുമ്മടിയിലോ ഒക്കെ ഒന്ന് കൊണ്ടുപോയി വരുന്ന കഷ്ടം അതൊന്നും പ്രശ്നമല്ല കുഞ്ഞെ, നീ ചെയ്യണം. അങ്ങനെ ബൈബിൾ പറയുന്നത്. പറ്റുമെങ്കിൽ പാസയും കൂടെ ഒന്ന് കൊണ്ടുപോയിക്കണം, പറ്റുമെങ്കിൽ പാസം കൂടെ ഒന്ന് കൊണ്ടുപോയിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചെന്നാൽ നമ്മൾ ഉല്ലാസപ്രിയരാകരുതെന്ന, അതുകൊണ്ട് പലപ്പോഴും ടൂർ പോകരുതെന്നല്ല ഈ പറയുന്നത്. എൻ്റെ ഈ ഭൂമിയിലുള്ള എൻ്റെ മാന്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം മേടിച്ചു കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്ത്രം മേടിച്ചു കൊടുക്കണം, അവരുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം, അവരുടെ ഭാവിക്ക് വേണ്ടി ചിന്തിക്കണം. അതല്ലാതെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ 13,000 രൂപ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴും പ്രൈസലോ ഹല്ലേലൂയ, എനിക്ക് ദൈവം തന്ന അവസരം തന്നപ്പോൾ 7,000 രൂപയ്ക്ക് പോയി ഒരു മരമെടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ നിന്ന് പണിത് ഞാൻ അവിടെ എൻ്റെ ഫർണിച്ചർ പണിതുണ്ടാക്കാനിടയായി. അവസാനം കൊണ്ടിടാൻ പറഞ്ഞില്ലേ, വാടക വലിയ വീടായിരുന്നു, വാടക അവിടെ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ പോയ വീട് ചെറിയ വീട്, ഈടാൻ സ്ഥലമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കാണിച്ചത് ദൈവവരിക്കാനുമില്ലാത്ത പ്രവൃത്തിയാണല്ലോ എന്ന്. ഞാൻ പറയുന്നത്, പ്രായമുള്ളവരും ബുദ്ധിയുള്ളവരും നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വീട് വെക്കുന്നതല്ല വലിയ കാര്യം, വസ്തു മേടിക്കുന്നതല്ല വലിയ കാര്യം. ഇപ്പോൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ചെയ്തെടുക്കുക. ഹല്ലേലൂയ. അത് മറ്റുള്ളത് സുഖലോലുപതയാണ്. എങ്ങനെ, എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഫാനില്ലെങ്കിലും ഞാൻ കിടക്കും. ഹല്ലേലൂയ. ഫാനില്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ് ഞാൻ കൊടുത്തു. ഹല്ലേലൂയ. എനിക്കിപ്പം വേണ്ടുന്ന വിധത്തിലുള്ള അറേഞ്ച്മെൻറ്റ് പെയിൻറ്റ് ചെയ്തില്ലെങ്കിൽ വീട് അലങ്കോലമായിട്ട് കിടന്നാലും ഒന്ന് മാക്സിമം വൃത്തിയാക്കിയിടുക കേട്ടോ. കൈ കാശുണ്ടെങ്കിൽ പെയിൻ്റൊക്കെ ചെയ്ത് തെറ്റായി ധരിക്കരുത്. നിങ്ങൾ ചെയ്യണം. പക്ഷേ ഓരോന്നും വീട്ടിൽ ഫ്രിഡ്ജ് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കണം. അതിന് ബ്ലേഡിൽ നിന്ന് കാശെടുത്ത് ഞാൻ ഫ്രിഡ്ജ് മേടിച്ച്. ഇപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്ന മകൾക്ക് പോകാൻ വേണ്ടിയിട്ട്, ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പലിശയ്ക്ക് കടമെടുത്ത് കൊടുത്തു. മകൾ വന്നപ്പോഴത്തേക്ക് 35,000-ൻ്റെ 40,000-ൻ്റെ ഇവിടെ ഫ്രിഡ്ജ് കേടായി പോയപ്പോൾ ഫുൾ ഫ്രിഡ്ജ് മേടിച്ചുകൊണ്ട് വെച്ചു. ഇപ്പോഴത്തെ ഇതിന് മകള് കാശൊന്നും കൊടുക്കത്തില്ല. ഇവിടെ പലിശയ്ക്ക് കാശ് മേടിച്ച്. ഇതിൻ്റെ പേരെന്തോ അറിയോ മക്കളൊന്ന് പറഞ്ഞേ. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു 7,000-8,000 രൂപയുടെ ഒരു ചെറിയ ഫ്രിഡ്ജ് മതി. അപ്പോൾ അവളുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് ഒഴിയ മുട്ടം ഫ്രിഡ്ജ് ഇവിടെ കൊണ്ടുവച്ച്, എന്നിട്ട് ഞങ്ങളുടെ വീട് ബുദ്ധിമുട്ടില്ല. ഇത് നമ്മുടെ വീടുകളിൽ സംഭവിക്കരുത്. പെട്ടെന്ന് വായിച്ചു, ഞാൻ വേഗം നിർത്താമേ. 13:12 വായിച്ചപ്പോളേ വല്ലപ്പോഴൊക്കെ ചിന്ത അനുമോദനോട് പറയുന്നതല്ല. 13:12 പ്രബോധനം ത്യജിക്കുന്നവന് ദാരിദ്ര്യവും ലജ്ജയും വരും, ശാസന കൂട്ടാക്കുന്നവനോ ബഹുമാനം ലഭിക്കും. പ്രബോധനവും വേണ്ട, ശാസനയും വേണ്ട. ഞങ്ങൾക്ക് എത്ര അറിയാവുന്ന ഇതൊക്കെ ഞങ്ങൾ വളരെ പഠിപ്പിക്കുന്ന. പ്രബോധനവും വേണ്ട, ശാസനയും വേണ്ട. എന്ത് സംഭവിക്കും? ഇത് കേൾക്കുമ്പോൾ ശാസിക്കുമ്പം ഒന്ന് മനസ്സിലാക്കണം, ഇതൊന്ന് പ്രബോധിപ്പിക്കുമ്പം ഒന്ന് മനസ്സിലാക്കണം. ഇത് വല്ല നമ്മളോട് വല്ലതും ആണോ പറഞ്ഞത്? എൻ്റെ മക്കളെ, നമ്മളോടായി പറയുന്നത് കർത്താവിന് നിന്നിൽ മാറ്റം വരാനുണ്ട്, എന്നിൽ മാറ്റം വരുത്താനുണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞിട്ട് ഇത് സാധിപ്പിക്കുന്നത് ദൈവകൃപയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഞാൻ വായിച്ചത് പ്രബോധനം ത്യജിക്കുക. ഇപ്പോൾ ഒരാളെ വന്നിട്ട്, പ്രായമുള്ള ഒരാളെ പറയാം, മോനെ ഇപ്പം ഇത് വേണ്ടടാ, ഇപ്പം നീ അത് ചെയ്താൽ മതി.
അതില്ലേ പിന്നെ അപ്പച്ചന് ഞങ്ങളോട് കുശുമ്പ, ഞങ്ങൾ നന്നാകുന്നതിനകത്ത് അപ്പച്ചന് കുശുമ്പായിട്ടാണ്. പോയി ചെയ്തു എന്തുവരും? പ്രബോധനം നീ ത്യജിച്ചാൽ ദാരിദ്ര്യവും ലജ്ജയും നിനക്ക് വരും. പ്രാർത്ഥിച്ച മാറുമോ? ദേവദാസന്മാരുടെ ഉപദേശം കേൾക്കണം. ശാസന കൂട്ടാക്കുന്നില്ലെങ്കിൽ ശാസന കൂട്ടാക്കുന്നവന് ബഹുമാനം ലഭിക്കും, കൂട്ടാക്കില്ലെങ്കിലോ അവൻ നിന്ദിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മളെക്കാൾ 10 വയസ്സ് കൂടുതലുള്ളവർക്ക് പലതും പരിജ്ഞാനത്തിൽ നിന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എന്താണ്, ബൈബിളിൽ നിന്നുള്ള കാര്യം മാത്രമല്ല, അനുഭവ സമ്പത്ത് കുറിച്ചുണ്ടാവും. ഞാനെല്ലാ പഴഞ്ചൊല്ലും പറയാറില്ല, എങ്കിലും ഒരു കാര്യം ഞാൻ പോകും. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, കയ്പ് സന്തോഷത്തോടെ സ്വീകരിക്കാം, പിന്നെ മധുരിക്കുമെന്ന്. ഹല്ലേലൂയ. ഇത് ബൈബിൾ പ്രകാരവും ഇത് തന്നെയാണ്. ഈ പ്രബോധനം മാക്സിമം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ 21-ന്റെ 5-ാം വാക്യം എന്ന് വായിച്ചാൽ 21-ന്റെ 5-ാം വാക്യം ഞാൻ വേഗം നിർത്താവേ. നിങ്ങളിതൊന്ന് എഴുതി വെക്കണേ കേട്ടോ മക്കളെ, ഒന്ന് എഴുതി വെക്കണേ. ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുവുകളാകും. ഒരു ഉത്സാഹവും ഇല്ല. സമൃദ്ധി വരുത്തണമെങ്കിൽ ഉത്സാഹം വേണം. ഉത്സാഹം എന്നിട്ട് പറയാം, ബന്ധപ്പാടുകളൊക്കെ ബുദ്ധിമുട്ടിലേക്ക് എത്രേ ബന്ധപ്പെടും. ബന്ധപ്പാടുകൾ എളുപ്പത്തിൽ പണം ഉണ്ടാകും. ഹലോ, ഇന്നത്തെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയാം, എളുപ്പത്തിൽ പണം ഉണ്ടാകണം, എളുപ്പത്തിൽ വലിയ ശമ്പളം എനിക്ക് മേടിക്കണം, എളുപ്പത്തിൽ ഉന്നതനായി തീരണം. ബന്ധപ്പാടോടെ അങ്ങനെ പണമുണ്ടാക്കാൻ പോയാൽ, ഞാൻ പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് കയറാതെ രണ്ടാമത്തെ സ്റ്റെപ്പ് കയറാനൊന്നും പറ്റത്തില്ല. ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി, പിന്നെ 3ലേക്ക്, ലാസ്റ്റ് 10ലേക്ക് കയറാം. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമല്ല ഇത്. കേൾക്കുന്നതൊക്കെ എന്തൊക്കെയാ കേൾക്കുന്നത്? ഹല്ലേലൂയ. എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ. ഞാൻ പറയുന്നു, പണം ദൈവം തരട്ടെ, അതുവരെ നീ കാത്തിരിക്ക. നിന്റെ ഉയർച്ച ദൈവത്തിൻ്റെ പക്കലുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ് നീ ചവിട്ടി ബന്ധപ്പാട് വേണ്ട തന്നെ. എൻ്റെ ബുദ്ധിമുട്ട് മാറുന്നുള്ളൂ, എൻ്റെ കഷ്ടത മാറുന്നു. കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് നിന്റെ ബന്ധപ്പാട് കാണുന്നുണ്ട്, നിന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരും. അതിനു വേണ്ടിയിട്ട് നീ ഇപ്പം കിടന്നിട്ട് പെടാപ്പാടൊന്നും പെടണ്ട. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. പിന്നെ 11-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യം പോലെ, 11-ന്റെ 24-25. ഒരുത്തൻ വാരി വിതറിയിട്ട് വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഔദാര്യ മനസ്സൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവനെ തണുപ്പിക്കും. ഒരുത്തൻ വാരി വിതറിയിട്ട് വർദ്ധിച്ചു വരും, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. ഈ ന്യായവിരുദ്ധമായി ലോപിക്കരുത്. ഞങ്ങളുടെ അടുത്ത് ഒരമ്മ ഉണ്ട്. ആരെങ്കിലും പച്ച വെള്ളം കൊടുക്കത്തില്ലെന്ന അമ്മാനെ കുറിച്ചുള്ള പേര് വരുമ്പോൾ പറയും, വല്ല തേൻ വരിക്ക ചൊക്കെ ഉണ്ടായിരുന്നു, തിന്നത്തില്ലല്ലേ. ഇടീ വേണ്ട. അമ്മാവൻ തന്നെ തീരുമാനം എടുത്ത് അമ്മാവൻ തന്നെ കൽപ്പിച്ചു, തേൻ വരിക്ക ചക്ക ഉണ്ടറിഞ്ഞ് കൊതിപ്പിച്ചു, വൈ വെള്ളം മുറി കഴിക്കത്തില്ലല്ലേ. അമ്മാവൻ്റെ പണി ഇതാ, എല്ലാവരെയും കൊതിപ്പിക്കും, എന്നിട്ട് അവിടെ വെച്ചേക്കാൻ പറയും. ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, അമ്മ ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ അമ്മാവെ കുറിച്ച് പറയുന്ന കഥയൊക്കെ കേട്ടത് രസമാണ്. ലോഭമെന്ന് പറഞ്ഞാൽ ലോഭമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. സന്ധ്യ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റൊന്നുമില്ല, മണ്ണെണ്ണ മുടക്കാം, എല്ലാം ഇരുട്ടത്താണ്. സന്ധ്യ ആയി ഒരു ഇച്ചിരി അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു വിളക്കൊക്കെ ഇങ്ങനെ കത്തി മണ്ണുടക്കാം, പിന്നെ അങ്ങോട്ട് വിളക്ക് കാണത്തില്ല. പിന്നത്തെ കാര്യം എന്തൊക്കെയാണെന്നും നമുക്കറിയത്തില്ല. അങ്ങനെ ലോഭമാണ്. ചിലങ്ങനല്ല, വാരി വിതറിയിട്ട് വരുന്നവർക്കല്ല എന്ത് ചെയ്യുന്നു, എന്താണ് ഞാൻ ഇച്ചിരി ചോറെടുക്കട്ടെ അല്ലെങ്കിൽ ഇന്നതെടുക്കട്ടെ എന്ന് പറഞ്ഞവർക്ക് കൊടുത്ത് അവരെ പശയും വർദ്ധിച്ചു വരുന്നു. സ്നേഹത്തോടെ ആയിരിക്കണം. മനസ്സിനകത്ത് ഹല്ലേലൂയ പ്രാർത്ഥന വയ്ക്കുമ്പോഴത്തേക്ക്
പ്രാർത്ഥന വയ്ക്കുമ്പോഴത്തേക്ക് മനസ്സിനകത്ത് എന്താണെന്നറിയോ? ആരും വരല്ലേ. കാരണം ഇതെല്ലാം മിച്ചം വന്നാൽ നമുക്ക് അത് നമ്മുടെ മാഗിയുണ്ട്, മിച്ചം വരുന്ന എല്ലാം കൂടെ എല്ലാവർക്കും പാർസൽ കൊടുത്താൽ കൊടുക്കും. മിച്ചം വരേണ്ട ബാഗ് കൊടുത്തുവിടണം. ഞാൻ പറയുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോൾ എങ്ങനെ വേണം കൊടുക്കാൻ? ദൈവത്തിന് കൊടുക്കുമ്പോൾ ഗലാത്യ ലേഖനം 6 അധ്യായങ്ങൾ വായിച്ചിട്ടുണ്ട്. ഞാൻ നിർത്തുക. ലോഹമായി വിതച്ചാൽ 2 കൊരിന്ത്യർ 9 അധ്യായത്തിൽ ലോഹമായി വിതച്ചാൽ ലോഹം അതും ഒന്ന് വായിക്കാം. ഒന്നും വായിക്കാം. 2 കൊരിന്ത്യർ 9 അധ്യായം വായിച്ചാൽ മതി. 2 കൊരിന്ത്യർ 9 അധ്യായം. ഉപദേശം ഈ ന്യായപ്രമാണം മാത്രം പറഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ ഇന്ന് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. 2 കൊരിന്ത്യർ 9 അധ്യായം 6 മുതൽ വായിച്ചാൽ മതി. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയിൽ പെരുക്കുവാൻ ദൈവം ശക്തനാകും. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഇങ്ങനെ സമ്പന്നന്മാരാകേണ്ടത്, ഇങ്ങനെ വേണം സമ്പന്നരാകാൻ. ഈ ആഴ്ച വന്നതിങ്ങനെ വരട്ടെ. അടുത്ത ആഴ്ച നമുക്ക് 100 പറ ഈ പ്രാവശ്യം വിളവ് കിട്ടി. 100 പറ വിളവ് കിട്ടി. വിളവ് കിട്ടുമ്പോഴത്തേക്ക് 10 പറ വിത്തിന് മാറ്റി വയ്ക്കണം. 10 പറ വിത്തിന് മാറ്റി വെച്ചില്ലെങ്കിൽ, വിത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വിതയ്ക്കാൻ പറ്റുമോ? ഒരാൾ വിചാരിച്ച് എടാ ഈ 10 മാറ്റി വയ്ക്കുന്നു, ആ 100 പറയും അങ്ങ് തിന്നേക്കാന്ന് വിചാരിച്ചു. 100 പറയും കൂടെ അങ്ങ് തിന്നു. പക്ഷെ അടുത്ത പ്രാവശ്യം വിതയ്ക്കാൻ പറ്റില്ല. വിതയ്ക്കാതെ കൊയ്യാൻ പറ്റത്തില്ല. ഇതാണ് ബൈബിളിൻ്റെ പ്രമാണം. വിതയും കൊയ്ത്തുമെന്ന നിലയിലാണ് ബൈബിൾ പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെത് നമ്മൾ കൊണ്ട് കൊടുത്തപ്പോൾ അവിടെ വിതയ്ക്കുകയാണ് ചെയ്തത്. പെനേൽ സഭക്കാരുടെ പലരുടെയും പരിപാടി വിത്തെടുത്ത് അങ്ങ് തിന്നും. വിത്തെടുത്ത് തിന്നാൽ പിറ്റേ വർഷം എന്തില്ല? അയ്യോ എല്ലാവരും കൊയ്തപ്പോൾ എനിക്ക് കൊയ്യാൻ എനിക്ക് നെല്ലില്ല. എടാ കുഞ്ഞ്, നിന്റെ വിത്ത് നീ തിന്നു കളഞ്ഞു. വിത്ത് തിന്നരുത്. വിത്ത് വിതയ്ക്കാനുള്ള വിത്ത് തിന്നുന്നവർ നാളെ ഏരക്കും അപ്പുറത്തവൻ എടുത്ത് പൊട്ടിപ്പോയി. അല്ലെ ദൈവത്തിൻ്റെ അടുത്ത് നാളെ കൊടുക്കാം, മറ്റന്നാൾ കൊടുക്കാം, 1 വർഷം കൂട്ടി വെച്ച് അവസാനം ഞാൻ ഇനിയിപ്പോൾ എഴുതി തള്ളി ഗവൺമെൻറ് ചെയ്യുന്ന പോലെ എഴുതി തള്ളി. വിത്ത് തിന്നുന്നവൻ നാളെ, ഇന്നല്ല നാളെ അറിയുമത്. എരക്കും. നിനക്ക് കിട്ടുന്നത് ദൈവത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ഇത് വിതയുടെയും കൊയ്ത്തിൻ്റെ പ്രമാണമായിട്ടാണ് ഇവിടെ അപ്പസ്തലനോട് പറയുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഹൃദയത്തിൽ നീ ലോഭമായി വിതച്ചാൽ ലോഭമായി പിടിച്ച് അങ്ങനെ ഒരു പാസ്റ്റർ ദശാംശം കൊടുക്കാൻ വേണ്ടിയിട്ട്, പാസ്റ്റേ ഒന്നിക്കണേ ദശാംശം തരാനുണ്ട്, നോട്ടിങ്ങനെ ഇവിടെ വലക്കൈ കൊടുക്കുന്ന ഇടങ്കൈ അറിയരുത് എന്ന് വെച്ചെന്നാൽ സമൃദ്ധമായിട്ട് അങ്ങോട്ട് കൊടുക്കണം. അതിലെ എൻ്റെ ഹൃദയത്തിനകത്ത് തോന്നിയതുപോലെ അങ്ങ് കൊടുക്കണം. കൊടുത്തിട്ട് പറ, നിന്റെ വീട്ടിൽ ബുദ്ധിമുട്ട് വന്നെങ്കിൽ, നിന്റെ വീട്ടിൽ ദാരിദ്ര്യം വന്നെങ്കിൽ, അല്ലാണ്ട് പ്രാർത്ഥിക്കാൻ പോലും വ്യവസ്ഥയില്ല. അറിയാമോ? അല്ലാതെ പ്രാർത്ഥിക്കാൻ പോലും വ്യവസ്ഥയില്ല. ഇവിടെ ആഹാരമില്ലാതെ വന്നാൽ, ദൈവാലയത്തിൻ്റെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിൻ്റെ കണക്ക് ഒരു ദിവസം ഓരോ വ്യക്തികളും. പിന്നെ ഇപ്പം എന്താണ് ഒന്ന് കാണട്ടെ, ഞങ്ങളെ ഈ പേടിപ്പിക്കുന്ന ഉപദേശിക്കുന്ന, എൻ്റെ ഉപദേശം ഇഷ്ടമല്ലല്ലോ. ഒന്ന് കാണട്ടെ, പാസ്റ്റർ അനുഗ്രഹിക്കപ്പെടുന്ന ഒന്ന് കാണട്ടെ, പാസ്റ്റർ ഭക്ഷണം കഴിക്കുന്നത് കാണട്ടെ. ഇടാത് കർത്താവിൻ്റെ വിലയല്ലേ, അത് കർത്താവ് ചെയ്യും. ലോഭമായി വിതയ്ക്കരുത്. ലോഭമായിട്ടേ കൊയ്യത്തുള്ളൂ. 5 പറയെ വിതച്ചുള്ളെങ്കിൽ അതേ കിട്ടത്തുള്ളൂ. വിതച്ചത് നെന്മണിയാണെങ്കിൽ നെല്ലേ കൊയ്യത്തുള്ളൂ. നെല്ല് വിതച്ചാൽ ഗോതമ്പൊന്നും കൊയ്യത്തില്ല. ഹല്ലേലൂയ. എങ്ങനെ പെനിയ ദൈവസഭക്കാരെ എങ്ങനെ അധ്വാനിക്കുന്നത്? എനിക്ക് ദൈവസഭയ്ക്ക് കൊടുക്കണം.
എനിക്ക് ദൈവത്തിന് കൊടുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം. ആ ശാപം കാൽവരി ക്രൂശിൽ നിന്നും വിടുതലയുടെ പ്രാവർത്തികമാകുക, പ്രായോഗികമാകുക. ദൈവത്തിന് വേണ്ടി ഒന്ന് അധ്വാനിച്ച് നോക്കിക്കേ. എന്നിട്ട് ഹല്ലേലൂയ, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വാ, നമുക്ക് ദൈവസഭയായിട്ട് മൂസിക്കാം. കർത്താവ് എന്താണ് ഇതിൻ്റെ കാര്യം? സന്തോഷത്തോടെ കൊടുക്കുന്നവനെ നിർബന്ധത്താലരുത് കേട്ടോ, സന്തോഷത്തോടെ. നിർബന്ധത്താൽ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ച കൊണ്ടുവന്ന് വന്നു, പിന്നെ മൂന്നാമത്തെ ആഴ്ച ആളെ കാണത്തില്ല. വേണ്ട, നിങ്ങൾക്ക് അങ്ങനെ സന്തോഷം വരുമ്പോൾ കൊടുത്താൽ മതി. അതുവരെ നിങ്ങൾ കൊടുക്കരുത്. ഇതെന്തു വരുന്നു? അതിനകത്ത് 12-ാം വാക്യം വായിച്ചോ. ഈ 11-ാം വാക്യം, ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരും. നിങ്ങളിത് ചെയ്യുമ്പോൾ ദൈവദാസന്മാർ സ്തോത്രം ചെയ്യും. എൻ്റെ ദൈവമേ, എൻ്റെ സഹോദരൻ, ആമേൻ, എൻ്റെ സഹോദരൻ ബെനഡിക്റ്റ് അവിടെ കിടന്ന് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് അവൻ അയച്ചു തന്ന ഈ പൈസ, കർത്താവെ നിൻ്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെലവാക്കുന്നു പറഞ്ഞ് ഒരു സ്തോത്രം കൊണ്ട് ചെല്ലുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങി വരും. സ്തോത്രം വരണം. അല്ലാണ്ട് ദൈവദാസൻ ഞരങ്ങാൻ ഇടവരുത്തരുത്. ആ ഞരക്കം ദൈവത്തിന്, രാജ്യത്തിനും നിങ്ങൾക്കും അത് അനുഗ്രഹത്തിന് കാരണമല്ല. പെട്ടെന്ന് നിർത്തട്ടെ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം, നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ അടുത്ത പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 2 മുതൽ വായിച്ചോളെ. ഇത് കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമാണ്, തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. ഇങ്ങനെയാണ് ന്യായപ്രമാണം നമ്മൾ നിവർത്തിക്കപ്പെടേണ്ടത്. വായിച്ചോളാം. ആദ്യ സഭയിലേക്ക് വന്ന് കയറുന്ന ഉടനെ ഈ വാക്യങ്ങളൊന്ന് വായിക്കണം. എങ്ങനെ? നിങ്ങൾ ഏക മനസ്സുള്ളതായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളതായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം. ഇത് നേരം കൊണ്ട് ശാക്യത്താലും ബഹുമാനത്താലും ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തർ ഇതെല്ലാം കാണാതെ പഠിക്കണം. ഇതെല്ലാം എന്നാ ഇവിടെ ഇങ്ങനെ ഒടുക്കി വെച്ചിരിക്കുന്നത്, തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠം നേടണം. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വായിക്കണം. ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെ ഇവിടെ ഇല്ലേ? നിങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ വായിക്കുന്നത് ഇങ്ങനെ ന്യായപ്രമാണം നിവർത്തിക്കണം. അതിൻ്റെ 3-ാമത്തെ വാക്യം, 4-ാം വാക്യം, ഓരോരുത്തർ താന്താൻ്റെ പുറത്തെ ശോധനയായിട്ട്, എന്നാൽ അവൻ തന്നെത്താൽ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നെ തന്നെ അടക്കി വയ്ക്കും. ഓരോരുത്തർ താന്താൻ്റെ ചുമട് ചുമക്കുമല്ലോ. 6-ാം വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അവിടെ 2 പപ്പരയ്ക്ക ഉണ്ടായെന്നാൽ അതിൻ്റെ ഓഹരി നോക്കണം. 2 തേങ്ങ ഉണ്ടായാൽ അതിൻ്റെ ഓഹരിയും കൊടുക്കണം. എല്ലാ നന്മയിലും വചനം പഠിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഹല്ലേലൂയ. അതല്ലാതെ അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ട, ചുമന്നുകൊണ്ട് വരണം, കഷ്ടപ്പെട്ട് കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്ന എല്ലാ നന്മയിലും ദൈവദാസനെ തവയ്ക്കകത്ത് കൊണ്ടുവന്ന ഓഹരി കൊടുക്കണം. ഓഹരിയാണ്, അത് ദശാംശമല്ല. വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹരിച്ചുകൂടാ. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്ന ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്ന ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അവിടെയാണ് നിത്യജീവൻ. എന്നിട്ട് നന്മ ചെയ്യുന്ന മടുത്തു പോകരുത്. ചിലപ്പോൾ ഉടനെ നമ്മൾ പ്രതീക്ഷിച്ചപ്പോൾ കിട്ടിയെന്നൊന്നും പറ്റില്ല. ഇപ്പോഴേ നിങ്ങളൊരു തേങ്ങ നട്ടു, വിതച്ചു, അതിന് മുള വന്നു, ഉടനെ അതിൻ്റെ ഫലം കഴിയുമോ? ചിലപ്പോൾ 3 വർഷം കഴിയും, ചിലപ്പോൾ 5 വർഷം കഴിയും. അതിൻ്റെ ഫലം കാണും. തളർന്നു പോകരുത്, മടുത്തു പോകരുത്. അതിൽ ഫലം കായ്ക്കും. 100 കണക്കിന് തേങ്ങ നീ അതിൽ നിന്ന് പറിക്കും. മടുത്തു പോകരുത്, തളർന്നു പോകാൻ ഞാൻ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടുമ്പോൾ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്ക് തന്നെ അവസരം കാത്തിരിക്കണം. അവസരം കിട്ടും പോലെ എല്ലാവർക്കും കൊടുക്കണം. വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം. കർത്താവ് സ്വതം ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നാൽ ഞാൻ കുറച്ച് നിങ്ങളെ ഉപദേശിക്കുന്ന പ്രമാണങ്ങളും കൂടെ ബൈബിളിൽ നിന്നുള്ള വായിച്ച് കേൾപ്പിച്ചതാണ്. എന്നാൽ അതിൻ്റെ സത്യം ഇതാണ്, ഹൃദയത്തിൽ നിശ്ചയിക്കുന്നത് സ്നേഹം, സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ നമ്മളെ തന്നെ കൊടുക്കാം. നമ്മുടെതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മളെ കൊടുത്തു, നമ്മുടെതെല്ലാം ദൈവത്തിന്. ഇനി മുതൽ നിങ്ങളിവിടെ കൊടുക്കുമ്പോൾ, കർത്താവെ എനിക്ക് ഇന്ന് 1000 രൂപ കിട്ടി, അങ്ങേക്ക് എന്ന് പറയാനുള്ള ഹൃദയം നമുക്കുണ്ടാകട്ടെ. കർത്താവ് വിളിച്ചിട്ട് പറയുക, നീ ഇതിനകത്ത് 900 കൊണ്ടുവയ്ക്കുമെന്ന് പറഞ്ഞാൽ അതും മേടിച്ചിട്ട് ഞാൻ കൊടുത്തില്ല.
അതിനകത്ത് ലോഭം കാണിക്കരുത്, അതിനകത്ത് വഞ്ചിക്കപ്പെടരുത്. നാം വിതയ്ക്കുന്നതേ കൊയ്യത്തുള്ളൂ, അല്ലാത്തൊന്നും കൊയ്യാൻ പറ്റത്തില്ല. സഭയ്ക്കകത്ത് സമൃദ്ധി പറഞ്ഞു, ഇവിടെ നിനക്ക് സമൃദ്ധി ഉണ്ടാകും. സഭയ്ക്കകത്ത് ഇവിടെ സമൃദ്ധി ഉണ്ടാകട്ടെ, ഇവിടെ സ്വോത്രകാഴ്ച പാത്രത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ, ഇവിടെ ദശാംശത്തിനകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ. എന്നിട്ട് നിനക്ക് സമൃദ്ധി ഉണ്ടായില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കണം. ഇവിടെ കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.